വയനാട് റവന്യൂ ജില്ലാ കായികമേളയുടെ രണ്ടാം ദിനം കൽപ്പറ്റ മരവേൽ ജില്ലാ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. 52 ഇനം മത്സരങ്ങളാണ് ഇന്ന് പൂർത്തിയായത്. കനത്ത മഴയെ തുടർന്ന് പല മത്സരങ്ങളും വളരെ വൈകിയാണ് ആരംഭിച്ചത്. ശക്തമായ മഴയെ വകവെക്കാതെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ശക്തമായ പോരാട്ടമാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ജില്ലാ കായികമേളയിൽ ഉണ്ടായത്. രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ സ്കൂളുകളിൽ 67 പോയിന്റുമായി മാനന്തവാടി സബ് ജില്ലയിലെ GHSS കാട്ടിക്കുളം ഒന്നാം സ്ഥാനത്തും 61 പോയിന്റുമായി ബത്തേരി സബ് ജില്ലയിലെ GHSS മീനങ്ങാടി രണ്ടാം സ്ഥാനത്തും 35 പോയിന്റുമായി ബത്തേരി സബ് ജില്ലയിലെ തന്നെ GHSS ആനപ്പാറ മൂന്നാം സ്ഥാനത്തും തുടരുന്നു. സബ് ജില്ലകളുടെ പോയിന്റ് ക്രമത്തിൽ 158 പോയിന്റുമായി സുൽത്താൻ ബത്തേരി സബ് ജില്ല ഒന്നാം സ്ഥാനത്തും 132 പോയിന്റുമായി മാനന്തവാടി സബ് ജില്ല രണ്ടാം സ്ഥാനത്തും 88 പോയിന്റുമായി വൈത്തിരി സബ് ജില്ല മൂന്നാം സ്ഥാനത്തും തുടരുന്നു. റിലേ ഉൾപ്പെടെയുള്ള വലിയ ആവേശം നിറഞ്ഞ മത്സരങ്ങളാണ് ഇന്ന് കായികമേളയിൽ അരങ്ങേറിയത്. വളരെ ആവേശത്തോടു കൂടിയാണ് കനത്ത മഴയെ അവഗണിച്ചും വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കളും അധ്യാപകരും NCC SPC ഉൾപ്പെടെയുള്ള വിവിധ വോളണ്ടിയർ സംഘങ്ങളും കായികമേളയുടെ മികവ് വർദ്ധിപ്പിച്ചു. ഷോട്ട്പുട്ട് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് സ്റ്റേഡിയത്തിൽ നിന്നും മടങ്ങിയത്. ഷോട്ട്പുട്ട് ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പടിഞ്ഞാത്ര ഹയർ സെക്കൻഡറി സ്കൂൾ ആൽവെ നമ്മോടൊപ്പമുണ്ട്. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാൽ ഇപ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് അധ്വാനിച്ചു, എന്നിട്ട് ഇത് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കോച്ചായ ഷമീം സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ പിരീഡ് കെട്ടിയാൻ സമ്മതിച്ച ടീച്ചേഴ്സിനും എല്ലാവർക്കും നന്ദിയുണ്ട്. ശക്തമായ മത്സരമാണ് സ്കൂളുകൾ തമ്മിൽ നടക്കുന്നത്. കനത്ത മഴയെ അവഗണിച്ചും അധ്യാപകരും രക്ഷിതാക്കളും NSS വോളണ്ടിയേഴ്സുമാരുമെല്ലാം കായികമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി സ്റ്റേഡിയത്തിലുണ്ട്. അശ്വതി KG, News 1 കൽപ്പറ്റ.